ഹലോ ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 2017 റിലീസായ സേവ് മീ എന്ന ഒരു ആക്ഷൻ ത്രില്ലർ സീരീസാണ്. ഒരു വലിയ ഗ്രൂപ്പ് റിലീജിയസ് കൾട്ടിൻ്റെ ഇടയിൽ അകപ്പെട്ടു പോകുന്ന തങ്ങളുടെ പഴയ ക്ലാസ്മേറ്റിനെയും കുടുംബത്തെയും രക്ഷപ്പെടുത്താൻ വേണ്ടി 4 ഫ്രണ്ട്സ് ഇറങ്ങി പുറപ്പെടുന്നതും അവർക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളുമാണ് സീരീസ് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ എക്സ്പ്ലനേഷനോട്ട് കടക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത് സിയോളിൽ നിന്ന് മുജീഗൺ എന്ന സ്ഥലത്തേക്ക് താമസം മാറി വരുന്ന ഒരു ഫാമിലിയെയാണ്. അച്ഛനും അമ്മയും 2 മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു ഫാമിലി ആയിരിക്കും അത്. ശേഷം കാണിക്കുന്നത് ഒരു ചർച്ചിലെ റിലീജിയസ് ആയിട്ടുള്ള ഒരു കൾട്ടിനെയാണ്. അവിടെ ഒരച്ഛൻ പാസ്റ്ററായി ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്, നിങ്ങളുടെ രക്ഷകനാണ് എന്നൊക്കെ പറയുമ്പോൾ അതിനനുസരിച്ച് അതിനെ ആരാധിക്കുന്ന ആളുകൾ ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന് പറയുന്നുണ്ടാവും. മറുഭാഗത്ത് മറ്റേ ഫാമിലി പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ വണ്ടിയുടെ ടയർ പെട്ടെന്ന് പഞ്ചറാവും. ആ സമയത്ത് നല്ല മഴ ഉണ്ടാവും. ശേഷം ആ കൾട്ടിനെ കാണിക്കുന്നു. അവിടേക്ക് ഒരാളെ വീൽ ചെയറിൽ കൊണ്ടുവന്നിട്ടുണ്ടാക്കും. ഫാദർ ഇയാൾ സ്റ്റൊമക് ക്യാൻസറിൻ്റെ ലാസ്റ്റ് സ്റ്റേജിൽ നിൽക്കുകയാണ്. ഡോക്ടേഴ്സ് പോലും ഇയാളെ കൈയൊഴിഞ്ഞിരിക്കുകയാണ്. ഇയാൾ അധികകാലം ഇനി ജീവിച്ചിരിക്കില്ല എന്നാണ് അവർ പറയുന്നത്. എന്നിട്ട് സത്യമാണോ എന്ന് അയാളോട് ചോദിക്കുമ്പോൾ അതെ എന്ന് പറയും. ശേഷം ആ ഫാമിലിയെ കാണിക്കുന്നു. ആ മഴയത്ത് അവരെന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോഴാണ് 2 വണ്ടിയിലായി 4 പേർ അതുവഴി പോകുന്നത്. പെട്ടെന്ന് തന്നെ അവരവിടുന്ന് വണ്ടി തിരിച്ച് അവരുടെ നേർക്ക് വരും. അവരെ കാണുമ്പോൾ ഇവർക്ക് പേടി തോന്നും, എന്തിനാ വരുന്നതെന്നറിയാതെ. അവർ ടയർ പഞ്ചറായിട്ടുണ്ടല്ലോ, നിങ്ങൾ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതേന്ന് പറയും. ഈ 4 പേരാണ് ഈ കഥയിലെ മെയിൻ ക്യാരക്ടേഴ്സ്. ഇവർ സ്റ്റുഡൻസ് ആയിരിക്കും. പിന്നെ ഈ ഫാമിലിയിലുള്ള ഈ പെണ്ണായിരിക്കും നമ്മുടെ കഥയിലെ നായിക. അച്ഛൻ ഇവർ അടുത്തെവിടെയെങ്കിലും കാർ റിപ്പയർ ചെയ്യുന്ന ഷോപ്പുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ട്, ഞാൻ അവർക്ക് വിളിക്കാമെന്ന് ആ കൂട്ടത്തിലുള്ള ഒരുത്തൻ പറയും. എന്നിട്ട് 30 മിനിറ്റിനുള്ളിൽ അയാൾ വരും, അതുവരെ വെയിറ്റ് ചെയ്താൽ മതിയെന്ന് പറയും. അതിന് ആ ഫാമിലി അവരോട് ഒരുപാട് നന്ദിയൊക്കെ പറയും. എന്നിട്ട് അവർ പോകാൻ നേരത്ത് ആ കൂട്ടത്തിലുള്ള സിയോക് എന്നൊരു പയ്യൻ നമ്മുടെ നായികയെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അവളുടെ പേര് സാങ് എന്നായിരിക്കും. അവൾ അവളുടെ അനിയനെ സമാധാനിപ്പിക്കും. അവനൊരു ഹാൻഡിക്യാപ്ഡ് ആയിരിക്കും, ഭയങ്കര പാവമായിരിക്കും. ശേഷം ആ കൾട്ടിനെയാണ് കാണിക്കുന്നത്. അവിടെ ഫാദർ സ്റ്റൊമക്ക് ക്യാൻസർ ഉള്ള അയാളെ അവിടെ കിടത്തി അയാളുടെ വയറ്റിൽ നിന്ന് ആ ക്യാൻസർ ഒഴിവാക്കുന്നതായിട്ടായിരിക്കും കാണിക്കുന്നത്. എന്നിട്ടത് കാണിച്ച് ക്യാൻസറിൻ്റെ ഈ ഒരു പീസ് ദുഷ്ടശക്തിയിൽ നിന്നുണ്ടായതാണ്. അത് കണ്ട് നെഞ്ചത്തടിച്ച് ഹല്ലേലൂയ എന്നൊക്കെ പറയായിരിക്കും അവരുടെ ഭക്തർ. ശേഷം കാണിക്കുന്നത് ആ 4 സ്റ്റുഡൻസിനെയാണ്. അവർ ഒരു റെസ്റ്റോറൻറ്റിലായിരിക്കും. സിയോളിൽ നിന്ന് വന്ന ആ ഫാമിലിയിലെ നായികയെക്കുറിച്ചായിരിക്കും അവർ സംസാരിക്കുന്നത്. അവളെ കാണാൻ കൊള്ളാലേ. അപ്പോൾ ആ കൂട്ടത്തിലുള്ള ഹാൻ, പക്ഷേ അവൾ എന്നെയാണ് നോക്കിക്കൊണ്ടിരുന്നത്, അതാരും കണ്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ സിയോക്ക് വെറുതെ മണ്ടത്തരം പറയല്ലേ, അവൾ എന്നെയാണ് നോക്കിയെന്ന് പറയുമ്പോൾ നീ ബെറ്റ് വെക്കുന്നു $10. അപ്പോൾ സിയോക്ക് അതിന് സമ്മതിക്കൂ. ഹാൻ ആണെങ്കിൽ അവിടെയുള്ള വലിയൊരു പൊളിറ്റീഷ്യൻ്റെ മകനായിരിക്കും. ഇനി വരുന്ന ഇലക്ഷനിൽ മത്സരിക്കുന്നത് കൊണ്ട് അയാളുടെ പോസ്റ്റേഴ്സും അവിടെ ഉണ്ടാകും. പിന്നെ അവരിപ്പോൾ ഇരിക്കുന്ന റെസ്റ്റോറൻറ്റ് ഈ കൂട്ടത്തിലുള്ള ജാങ്ങിൻ്റെ അമ്മയുടേതായിരിക്കും. ശേഷം ആ കൾട്ടിനെയാണ് കാണിക്കുന്നത്. അവിടെ പാട്ടും പരിപാടിയും നല്ല ഫുഡും ഒക്കെയായി എല്ലാവരും നല്ല ആഘോഷത്തിലായിരിക്കും. അപ്പോൾ ഈ മൈക്കുമായി നിൽക്കുന്ന ആളാണ് ഇവിടുത്തെ കപ്പ്യാർ, അങ്ങനെ പറയാം. പിന്നീട് കാണിക്കുന്നത് 2 പോലീസുകാരെയാണ്. അവർക്ക് പെട്ടെന്നൊരു കോൾ വരും. ഒരുത്തിനിങ്ങനെ കുടിച്ച് കൂത്താടി പ്രശ്നമുണ്ടാക്കാമെന്ന് പറഞ്ഞ് കംപ്ലൈൻറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് ആ ലേഡി പോലീസ് അവളുടെ സീനിയറായിട്ടുള്ള ആളെയും വിളിച്ചുണർത്തി അത് അന്വേഷിക്കാനായി പോകും. അവരവിടെ എത്തുമ്പോൾ തന്നെ അയാൾ അവരുടെ മുമ്പിൽ ചെന്ന് തന്നെ ചാടിയിട്ടുണ്ടാവും. എന്നിട്ട് അയാൾ ആ വണ്ടിയുടെ മുകളിൽ കയറി മൂത്രം ഒഴിക്കാനേ തുടങ്ങും. ഇത് കണ്ട പോലീസ് മാമൻ ചോദിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കുറച്ച് മൂത്രം അയാൾക്കും കൊടുക്കും. എന്നിട്ട് അയാളെ കഷ്ടിച്ച് എങ്ങനെയോ പിടികൂടും. എന്നിട്ട് ആ 4 സ്റ്റുഡൻസ് പുറത്തിറങ്ങി നിൽക്കുമ്പോഴാണ് ആ പോലീസ് വണ്ടി അവരുടെ മുമ്പിൽ നിർത്തുന്നത്. അമ്മയ്ക്ക് സ്വന്തമായിട്ട് റെസ്റ്റോറൻ്റൊക്കെയുള്ള ആ ജാങ്ങിൻ്റെ അച്ഛനായിരിക്കും അത്. നിങ്ങളുടെ മുഖത്തിന് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ കാര്യമായിട്ടൊന്നും പറയുന്നുണ്ടാവില്ല. എന്നിട്ട് ഹാനിനോട് നിൻ്റെ അച്ഛന് സുഖമല്ലേ, അടുത്ത ഇലക്ഷനിൽ ഗവർണർ ആവേണ്ട ആളാണ് എന്നൊക്കെ പറയും. ആ സമയത്തായിരിക്കും അടിച്ച് പൂസായ മറ്റവൻ ആ കാറിൽ വാള് വെക്കുന്നത്. ഇതും കണ്ടതോടെ അവരവിടുന്ന് സ്ഥലം വിടുകയാണ്. ശേഷം ആ 4 പയ്യന്മാർ പൂളിലിറങ്ങി നീന്തി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റേ ഫാമിലി ഇപ്പോൾ വീടില്ലാത്തവർക്ക് അഭയം കൊടുക്കുന്ന ഒരു സ്ഥലത്ത് താൽക്കാലികമായി താമസിക്കുകയായിരിക്കും. നായികയുടെ അച്ഛൻ ഒരാളെ വിളിച്ച് നീ എവിടെയാടാ, ആ കാശാടാ ഞങ്ങൾക്കെല്ലാം എന്ന് പറയുമ്പോൾ അയാൾ ഞാനത് പലിശ അടക്കം തിരിച്ചു തരാമെന്ന് പറയുമ്പോൾ നീ അത് മുഴുവനും ചീട്ട് കളിച്ച് തീർത്തോടാ എന്ന് ചോദിച്ച് ദേഷ്യപ്പെടുമ്പോൾ അതേടാ അങ്ങനെ തന്നെയാ ചെയ്ത് എന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യും. ആ സമയം ഇതൊക്കെ പുറകിൽ നിന്നും അയാളുടെ മകൾ കേൾക്കുന്നുണ്ടായിരുന്നു. ശേഷം മറ്റവന്മാരും നായികയുള്ള അതേ സ്ഥലത്ത് തന്നെയായിരിക്കും ഉള്ളത്.
അവരവിടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അതിലൂടെ നായികയായിട്ടുള്ള സാങ് അതുവഴി പോകുന്നത്. ഇത് കണ്ട അവന്മാർ പെട്ടെന്ന് എണീച്ച് അവളെ ഫോളോ ചെയ്യാൻ നോക്കും. പെട്ടെന്ന് അവൾ തിരിയുമ്പോൾ അവരവിടെ മറഞ്ഞിരിക്കും. അവൾ നമ്മളെ കണ്ടില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് സ്റ്റോൺ പേപ്പർ സിസർ എന്ന് പറയും. അതിൽ ബാക്കിയുള്ളവരെല്ലാം റോക്ക് പിടിക്കുമ്പോൾ ജാങ് സിസർ ആയിരിക്കും പിടിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ അവളെ നിരീക്ഷിക്കാനായി അവനെ പറഞ്ഞു വിടുകയാണ്. പക്ഷെ അതിനുള്ളിൽ തന്നെ അവൾ അവിടുന്ന് പോയിട്ടുണ്ടാകും. ശേഷം നായികയുടെ അച്ഛൻ അവിടെ എല്ലായിടത്തും ജോലി അന്വേഷിച്ച് നടക്കുകയായിരിക്കും. അങ്ങനെ പല ആൾക്കാരെയും സമീപിക്കും, കാര്യം ഉണ്ടാവില്ല. അപ്പോഴാണ് ഒരാൾ നിങ്ങൾ ജോലി അന്വേഷിച്ച് നടക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ അതേന്ന് പറയുന്നത്. ശേഷം നമ്മുടെ പയ്യന്മാരെയാണ് കാണിക്കുന്നത്. അവന്മാർ ചെന്ന് ഒരു മോട്ടോർ സൈക്കിളിൻ്റെ മേൽ കുറേ സ്പ്രേ പെയിൻറ് അടിച്ചു വെക്കും. ഇത് ആ വണ്ടിയുടെ ഓണർ കാണും. അവരുടെ സ്കൂളിലെ ഒരു പയ്യനിട്ട് ഒരു പണി കൊടുത്തതായിരിക്കും അത്. ഇത് കണ്ട് മറ്റവന്മാർ താഴേക്കിറങ്ങി വരുമ്പോഴേക്കും മറ്റവന്മാർ സ്ഥലം കാലിയാക്കിയിട്ടുണ്ടാവും. ശേഷം നായികയുടെ അച്ഛന് പശുക്കളൊക്കെയുള്ള ഒരു ഡയറി ഫാമിലായിരിക്കും ജോലി ശരിയായിട്ടുണ്ടാവുക. ഇവിടെ ജോലിയുള്ളവർക്ക് ഫുഡും താമസിക്കാൻ സ്ഥലവും കിട്ടുമെന്ന് ഞാൻ കേട്ടിരുന്നു. ഞാനല്ലാതെ എൻ്റെ കൂടെ കുറച്ച് പേരുണ്ട്, അപ്പോൾ അവർക്കായി സ്ഥലമുണ്ടോ എന്ന് ചോദിക്കും. അങ്ങനെ അവർക്ക് സ്റ്റേ ചെയ്യാൻ ഒരു റൂം കിട്ടുകയാണ്. ചെറിയ സൗകര്യമേ ഉള്ളൂവെങ്കിലും അവരതിൽ തൃപ്തരായിരുന്നു. എന്നിട്ട് അവർ റൂമൊക്കെ വൃത്തിയാക്കാനും സാധനങ്ങളൊക്കെ എടുത്തു വെക്കാനും തുടങ്ങും. ഇതൊക്കെ ആ ഫാദർ ഒരു സ്ഥലത്ത് നിന്ന് നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ടാവും. ശേഷം നമ്മുടെ പയ്യന്മാർ കാളപ്പോര് കാണാൻ വേണ്ടി പോയിട്ടുണ്ടാകും. അത് കഴിഞ്ഞ് അവർ തിരിച്ചു പോകുന്നതിനിടയിൽ ജാങ്ങിന് ഒന്ന് ടോയ്ലറ്റ് വരെ പോകണമെന്ന് പറയും. അപ്പോഴാണ് ടോയ്ലറ്റിൽ നിന്ന് മോട്ടോർ സൈക്കിളിൻ്റെ ടീംസ് ഇറങ്ങി വരുന്നത്. അവനെ അടിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും അവൻ്റെ ഫ്രണ്ട്സ് അതിലിടപെടും. പിന്നെ അവിടുന്ന് വിരകിയൊരടിയാണ്. എന്നിട്ട് അവിടുന്ന് ഓടി അവരുടെ വണ്ടി എടുത്ത് രക്ഷപ്പെടും. എന്നാലും മറ്റേ ഗ്യാങ് ഓടിച്ചിട്ട് അവരെ പിടികൂടുകയാണ്. ഹാൻ സിയോക്കിനോട് ഓടണോ അതോ അവരുടെ നേർക്ക് തന്നെ ചെല്ലണോ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ വഴിക്ക് വെച്ച് കാണാമെന്ന് പറയും. ആ സമയത്താണ് അവരുടെ സ്കൂളിലെ തന്നെ ഇവരുടെയൊക്കെ ബോസ് വരുന്നത്. അയാൾ അവരോട് മതിയാക്കാനായി പറയും. എന്നിട്ട് നീയാണല്ലേ ഹാൻ, നിന്നെ പോലെ ടഫായിട്ടുള്ളവരൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ നിന്നെ പിന്നെ കണ്ടോളാമെന്ന് പറഞ്ഞ് അവരവിടുന്ന് പോകും. ശേഷം സാങ്ങിൻ്റെ അച്ഛൻ ഒഴിവില്ലാതെ പണിയെടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും. ആ സമയം അവിടേക്ക് അവിടുത്തെ മുതലാളി വരും. അയാൾ നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ടല്ലോ, നിങ്ങളെ കണ്ട് ശരിക്കും നല്ലൊരാളാണെന്ന് തോന്നിയതുകൊണ്ടാണ് ഇവിടെ നിങ്ങൾക്ക് ജോലി തന്നത്, നിങ്ങൾ ശരിക്കും അനുഗ്രഹിക്കപ്പെട്ടവനാണ്. എന്ത് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളെ ഇവിടുത്തെ പുരോഹിതൻ തിരഞ്ഞെടുത്തു, അച്ഛൻ ഒരു ദിവസം നിങ്ങളെ കാണണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് പറയും. ശേഷം കാണിക്കുന്നത് നമ്മുടെ കപ്പ്യാരനെയാണ്. അയാൾ ചെന്ന് ഒരു മുറിയിൽ പൂട്ടിയിട്ട ആളെ കുളിപ്പിക്കാനായി കൊണ്ടുപോകും. അത് ആ പോലീസ് വണ്ടിയിൽ വാള് വെച്ച ആ കുടിയനായിരിക്കും. അയാളെ എവിടേക്കായിരിക്കും അവർ കൊണ്ടുവന്നിട്ടുണ്ടാവുക. കുടിയൻ ഇതെന്താ വല്ല പോലീസ് സ്റ്റേഷനാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല, നമുക്കിപ്പോൾ കുളിച്ച് വൃത്തിയാവാം, അതുകൊണ്ട് ഷർട്ടൊക്കെ ഊരി എന്ന് പറയുമ്പോൾ അയാൾ കൊതറി നിങ്ങളാരാ എൻ്റെ മേത്ത് തൊടാൻ, ഇതേതാ സ്ഥലം എന്ന് ചോദിക്കുമ്പോൾ ഇതൊരു ചർച്ചാണ്, ഞാനാണ് നിങ്ങളെ നോക്കുന്നത് എന്ന് പറയുമ്പോഴും എന്നെ തൊടരുത് എന്ന് പറഞ്ഞ് 4 തെറി അങ്ങ് കാച്ചു. ഇത് കണ്ട് ദേഷ്യം വന്നതോടെ കപ്പയാറിൻ്റെ വിശ്വരൂപം പുറത്തോട്ട് വരും. അവിടെയുള്ള ഹാൻഡ് ഷവർ എടുത്ത് തലങ്ങും വലങ്ങും കൊടുത്ത് നല്ല രീതിക്ക് പറയുമ്പോൾ തലേ കയറി നിരങ്ങുമോ എന്ന് ചോദിച്ച് അയാളെ തല്ലി അനുസരിപ്പിക്കുകയാണ്. ശേഷം കാണിക്കുന്നത് സിയോക്കിൻ്റെ വീടായിരിക്കും. അവനൊരു അച്ഛനും മുത്തശ്ശിയുമായിരിക്കും ഉള്ളത്. അച്ഛനാണെങ്കിൽ കുടിച്ചു കൂത്താടി നടക്കുന്ന കൂട്ടത്തിലായിരിക്കും. അച്ഛനാണെങ്കിൽ അവനെ കണ്ടുകൂടായിരിക്കും, അതുകൊണ്ട് അവൻ ഈ വീട്ടിലേക്ക് വരാറും ഉണ്ടാകില്ല. ഇപ്പോൾ മുത്തശ്ശി അവനെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചതുകൊണ്ട് മാത്രമായിരിക്കും അവൻ വന്നിട്ടുണ്ടാവുക. കാരണം ഇന്ന് അവൻ്റെ ബർത്ത്ഡേ ആയിരിക്കും. അവന് ഏറ്റവും ഇഷ്ടമുള്ളതും അവൻ്റെ മുത്തശ്ശി തന്നെയായിരിക്കും. എന്നിട്ട് അവർ ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിക്കും. പിന്നീട് ഹാനെ കാണിക്കുന്നു. അവൻ്റെ അമ്മ ഏതോ ഒരു ആക്സിഡൻറ്റിൽ പെട്ട് ചലനശേഷി നഷ്ടപ്പെട്ട് കിടക്കുകയായിരിക്കും. കൂടെ അച്ഛനും ഉണ്ട്. അവരായിരിക്കും ഫുഡൊക്കെ കൊടുക്കുന്നത്. ഹാൻ, നിങ്ങൾ വീട്ടിൽ പോക്കോ, നാളെ ചിലപ്പോൾ നിങ്ങൾ ബിസി ആയിരിക്കും, അപ്പോൾ എന്നെ ഓർത്താണോ നീ വിഷമിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആരോഗ്യത്തോടെ ഗവർണറായി നിൽക്കേണ്ടതല്ലേ എന്നൊക്കെ പറയും. ശേഷം സിയോക്കും ഹാനും അവരുടേതായ വിഷമങ്ങൾ കാരണം ഡെസ്പായിരിക്കും. ആ നേരത്ത് ഹാൻ സിയോക്കിനോട് എന്താ ചെയ്യുന്നത്, ഒരു റൈഡിന് പോയാലോ എന്ന് മെസ്സേജ് അയക്കും. ശേഷം നായികയുടെ ഫാമിലി ആ ചർച്ചിലോട്ട് ആ പുരോഹിതനെ കാണാനായി പോവുമായിരിക്കും. അവരവിടെ എത്തുമ്പോൾ അവരെ നല്ല രീതിക്ക് തന്നെ അവരെ സ്വാഗതം ചെയ്യും. എന്നിട്ട് ഫാദർ അവരോട് അവരുടെ പേരും വയസ്സും ഒക്കെ ചോദിച്ചറിയും. അങ്ങനെ പരിചയപ്പെടും. എന്നിട്ട് യാത്രയാവാൻ നിൽക്കുന്ന സമയത്ത് സാങ് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ഫാദർ ഒരു സ്ഥലത്ത് നിന്ന് അവരെ വീക്ഷിക്കുന്നതായി അവൾ കാണുകയാണ്. എന്നിട്ട് ഹാങ്ങും സിയോക്കും പറഞ്ഞ പോലെ ഒരു റൈഡിങ്ങിലായിരിക്കും ഉള്ളത്, അതും ഒരു മത്സരമായിട്ട്. എന്നിട്ട് വരുന്ന വഴിക്ക് അയാളുടെ ഭാര്യ നിങ്ങൾക്കത് ശരിക്കും ചെയ്യണമെന്നുണ്ടോ,
കാരണം അത് കണ്ടിട്ട് ഒരു സാധാരണ ചർച്ചയായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്തോ വിചിത്രമായിട്ടൊക്കെയാ തോന്നുന്നത്. അച്ഛൻ, നമുക്കിപ്പോൾ ആദ്യം വേണ്ടത് താമസിക്കാൻ ഒരു നല്ല സൗകര്യമാണ്. നമ്മുടെ കുട്ടികൾക്ക് സ്കൂളിൽ പോകാനെങ്കിലും. അപ്പോൾ സാങ്, അച്ഛാ, അത്യാവശ്യം കാശൊക്കെയായി ഒരു റൂം കണ്ടെത്തുന്നതുവരെ ആ സൗകര്യം കുറഞ്ഞ റൂമിൽ താമസിക്കുന്നതിന് ഞങ്ങൾക്ക് വിരോധമില്ല എന്ന് പറയും. അവിടുന്ന് സാങ് ചർച്ചിൽ വെച്ച് നടന്ന ഒരു കാര്യം ആലോചിക്കും. ആ ഫാദർ അവരെ രണ്ടുപേരെയും തൊട്ട് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നതിനിടയിൽ പതുക്കെ അവളെ മോശമായി തൊടാനായി അയാൾ നോക്കിയിരുന്നു. ആ നേരത്താണ് അവരുടെ വണ്ടിയുടെ നേർക്ക് വളരെ വേഗത്തിൽ സിയോക്കും ഹാനും വരുന്നത്. എത്ര തന്നെ ഹോൺ അടിച്ചിട്ടും മാറുന്നുണ്ടാവില്ല. അതും കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡുമേൽ ഉടൻ വരുന്നതാണ്. ആ എപ്പിസോഡുകളെല്ലാം മിസ്സാവാതിരിക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.